ശക്തമായിട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ ശക്തമായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാതെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലിൻ്റെ അടയാളമാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ ആ സ്ഥാപനത്തിൽ പോവുകയും അവിടെ എൻ്റെ ഒരു CV ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. അവിടുത്തെ മാനേജർ ഭയങ്കര കൈൻഡായിട്ട് എന്നോട് ബിഹേവ് ചെയ്ത് എൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചെങ്കിലും എന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞു വിട്ടു. ഉറപ്പായിട്ടും നിന്നെ വിളിക്കാം. പക്ഷേ പിന്നീട് ഒരു 2-3 ആഴ്ചയായിട്ടും എനിക്ക് യാതൊരുവിധ അപ്ഡേറ്റ്സും അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയിൽ തുടരുകയായിരുന്നു. ഞാനും കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നു, ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു, ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയിൽ ഭയങ്കര ശക്തമായിട്ട് ആഴപ്പെടാനായിട്ട് ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് സാധിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടും അവിടുന്ന് അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഞാൻ അവിടെ വീണ്ടും പോയി അന്വേഷിച്ചു. അപ്പോൾ വേറൊരു മാനേജർ എന്നെ വിളിക്കാം, ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു വിട്ടെങ്കിലും പിന്നീടും നിരാശയാണ് ഉണ്ടായത്. ആ മാനേജറും മെഡിക്കൽ കണ്ടീഷൻസ് കാരണം ലീവ് എടുത്ത് അവിടുന്ന് മാറിപ്പോയി. പിന്നീട് 2-3 മാസത്തോളം എനിക്ക് യാതൊരു അപ്ഡേറ്റ്സും ഉണ്ടായില്ല. വേറെ ജോലികളിലൊന്നും എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തതൊന്നും സക്സസ്ഫുൾ ആയില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ എൻ്റെ പാരൻസ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. എൻ്റെ ഡാഡി ഇവിടെ ഉടമ്പടി തുടങ്ങി പ്രാർത്ഥിച്ചു. അവരും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു 3 മാസത്തിന് ശേഷം അതേ മാനേജർ എന്നെ വിളിച്ചിട്ട് എനിക്ക് അവിടെ ഇൻ്റർവ്യൂവിന് എന്നെ ഇൻവൈറ്റ് ചെയ്യേണ്ടായി. പക്ഷേ അവർ ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞെങ്കിലും എനിക്കവിടെ പാർട്ട് ടൈം ആയിട്ട് മാത്രമാണ് ആ ഒരു സമയത്ത് ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാര്യം അവരുടെ ക്യൂവിൽ ഒരുപാട് പേര് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുക, അവിടുത്തെ ആ ഒരു കമ്പനിയിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അവർക്ക് സ്പോൺസർഷിപ്പ് പിന്നീട് തരാൻ പറ്റും. അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ ശക്തമായിട്ട് വിശ്വസിച്ചു. അപ്പോൾ അമ്മ മാതാവ് അത് തരാതിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ പാർട്ട് ടൈം ജോലി 20 hours a week അത് മാത്രമായിരുന്നു അന്നേരം എനിക്ക് കിട്ടിയ ജോലി. പക്ഷെ അത് ഞാൻ സന്തോഷത്തോടെ വിശ്വാസത്തോടെ സ്വീകരിച്ചു. അങ്ങനെ 2 മാസം ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വളരെ സങ്കടകരമായിട്ട് ആ ജോലിയും എനിക്ക് നഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വന്നു. കാരണം എൻ്റെ പ്രീവിയസ് ഉണ്ടായിരുന്ന സ്പോൺസർഷിപ്പ് വിഡ്രോ ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഒരു 3-4 മാസമായിട്ടുണ്ടായിരുന്നു. UK നിയമം അനുസരിച്ച് ഒരു 60 ദിവസമാണ് നമ്മുടെ പഴയ സ്പോൺസർഷിപ്പ് വിഡ്രോവലിന് ശേഷം UK നമുക്ക് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ താമസിക്കാനോ ഉള്ള ഒരു അർഹതയുള്ളൂ. പക്ഷേ എനിക്കറിയില്ല